അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞു. കൊല്ലം ജില്ലയിൽ മാത്രം 23-ലധികം കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞിട്ടുണ്ട്. നിരവധി കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നു. കപ്പലിൽ നിന്നുള്ള ഒരു ലൈഫ് ബോട്ടും ശക്തികുളങ്ങരയിൽ അടിഞ്ഞു. ആലപ്പുഴയിൽ ആറാട്ടുപുഴയിലാണ് കണ്ടെയ്നറുകൾ കരയ്ക്കടിഞ്ഞത്. ജനങ്ങളെ ജാഗ്രത പാലിക്കണമെന്നും കണ്ടെയ്നറുകളിൽ നിന്ന് 200 മീറ്റർ അകലം പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ആദ്യം ശക്തികുളങ്ങരയിലെത്തിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കേൾക്കാം. എളുപ്പകാലം മുതൽ നമ്മൾ കണ്ടു തുടങ്ങി. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഇനിയും വന്നുകൊണ്ടിരിക്കും. എത്ര നാൾ ഇത് തുടരേണ്ടി വരും, എന്താണ് ഇനി ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, ഇതൊക്കെ സമയം പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾക്കതിനെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വളരെ സൂക്ഷ്മതയിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും നമ്മളും നിരീക്ഷിക്കുന്നുണ്ട്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശ്രീ രാജേന്ദ്ര സിംഗ് സർ മുൻ കോസ്റ്റ് ഗാർഡ് DG ആണ്. അദ്ദേഹം ദിവസവും ചുരുങ്ങിയത് ഒരു 5 വട്ടമെങ്കിലും ഇത് ചരിഞ്ഞ സമയം മുതൽ നമ്മളുമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് നമ്മളിതിൽ ഇടപെട്ട് കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞത്. എന്ത് ചെയ്യണം, പൊതുസമൂഹത്തിനോട് എന്ത് പറയണമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾക്കറിയാവുന്നതുപോലെ മുരളി തുമ്മരിക്കുടി ഈ മേഖലയിലെ ഒരു വിദഗ്ധനാണ്, പ്രത്യേകിച്ചും കെമിക്കൽ. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കിട്ടുന്നുണ്ട്. ക്യാപ്റ്റൻ ശേഖർ ഒരു മുൻ ഇത്തരം വിഷയങ്ങൾ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം നമ്മളോട് ഉപദേശങ്ങൾ തരുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ച ലോകത്ത് ലഭ്യമായിട്ടുള്ള ഒരുപാട് പേരുടെ ഉപദേശങ്ങൾ നമ്മൾ ഇതിൽ തേടിയിട്ടുണ്ട്, അവരുടെ അടുത്ത് നിന്ന് ലഭിക്കുന്നുമുണ്ട്. ആ ഉപദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ പൊതുസമൂഹത്തിനോട് പറയേണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലം ശക്തികുളങ്ങരയിൽ നിന്ന് മനോജ് ഒപ്പം ചേരുന്നുണ്ട്. മനോജ്, ഇപ്പോൾ നിരവധി കണ്ടെയ്നറുകൾ കൊല്ലം തീരങ്ങളിൽ, ആലപ്പുഴ തീരങ്ങളിലൊക്കെ അടിയുന്നുണ്ട്. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, സുരക്ഷാ ജാഗ്രത ഒക്കെ നിർദ്ദേശിക്കുന്നുമുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? കൃഷ്ണരാജ്, തീർച്ചയായും ഇപ്പോൾ ഇവിടെ വിദഗ്ധ സംഘമെത്തി ഈ സാമ്പിളുകൾ, അതായത് ഈ വെള്ളത്തിൻ്റെ സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അക്വാറ്റിക്സ്, ബയോളജി ആൻഡ് ഫിഷറീസ് ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും വിദഗ്ധർ തന്നെ നമ്മളോട് സംസാരിക്കും. ഈ സാമ്പിളുകൾ ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അതെ, നമ്മൾ എവിടെയെല്ലാം കണ്ടെയ്നറുകൾ അടിഞ്ഞുവോ അവിടെ നിന്നുള്ള വെള്ള സാമ്പിളുകളും അതേപോലെ മണ്ണിൻ്റെ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു ശാസ്ത്രീയ പഠനത്തിന് നമ്മുടെ ഹൈ സോഫിസ്റ്റിക്കേറ്റഡ് ലാബ്, ഇന്ത്യയിലെ തന്നെ ഒരു ഹൈ സോഫിസ്റ്റിക്കേറ്റഡ് ലാബാണ് കേരള യൂണിവേഴ്സിറ്റിക്കുള്ള ക്ലിഫ് സെൻട്രൽ ലബോറട്ടറി ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്ന ഞങ്ങളുടെ അക്വാറ്റിക് ബയോളജിയോട് ചേർന്നുള്ള ലാബും, അതേ കണക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അക്വാറ്റിക് ബയോളജിയിൽ മറൈൻ പൊല്യൂഷനെയും മറൈൻ ഇക്കോളജിയെയും കുറിച്ച് പഠിക്കാനുള്ള ഒരു വിദഗ്ധമായ ശാസ്ത്രീയമായ ലാബുണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മൾ ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കിയതിന് ശേഷം അതിലെന്താണ് കണ്ടൻ്റ് ഉള്ളത്, അത് ഏത് വസ്തുവാണ്, അത് വിനാശകാരിയാണോ നാശകാരിയാണോ, അത് മത്സ്യത്തിൽ വരുമോ, മത്സ്യത്തിൽ വന്നാൽ മത്സ്യം കഴിച്ചാൽ മത്സ്യം കഴിക്കുന്ന മനുഷ്യർക്ക് പ്രശ്നമോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ വിഷയങ്ങളത്തോട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? പ്രാഥമികമായിട്ട് നമ്മൾ നടത്തിയത് ഇപ്പോൾ ഒരു മൺസൂൺ കാലമായതുകൊണ്ട് ഇത് വെള്ളം നല്ലതുപോലെ മിക്സ് ചെയ്യുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ വെള്ളത്തിൻ്റെ ഒഴുക്കൊന്ന് കുറഞ്ഞതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. പ്രാഥമിക അന്വേഷണം നോക്കുമ്പോൾ മറ്റ് പാടകളോ മറ്റ് വിഷലിപ്തമായ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അതേ കണക്ക് ഒരു വൃത്തികെട്ട സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. സാധാരണ ഒരു പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ ഒരു വൃത്തികെട്ട സ്മെല്ലും പെട്ടെന്ന് ഒരു മീൻ ചാവുന്ന പ്രതിഭാസം ഉണ്ടാകുന്നതാണ്. ഇതുവരെയും നമുക്ക് അങ്ങനെ ഒരു പ്രതിഭാസം ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ആരും ഭയപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സൾഫർ പോലുള്ള കാര്യങ്ങളാണ് ഉണ്ടാകാൻ സാധ്യത എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ കരയ്ക്കടിയുകയാണെങ്കിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവില്ല ഇവിടെ? മറൈൻ സൾഫർ, മറൈൻ ഓയിൽ ഫ്യൂവലിലുള്ള ഒരു ഘടകമാണ് സൾഫർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അത് കൂടുതലായാൽ, പക്ഷേ കടൽ എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. ഇതൊരു കായലിലോട്ട് പ്രവേശിച്ചാലാണ് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. കായലിലാകുമ്പോൾ ഇത്രയും ഒരു മിക്സിംഗ് ഉണ്ടാവുകയില്ല. പക്ഷേ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കളക്ടർ ഇന്ന് പറഞ്ഞു ഡ്രഡ്ജിങ് അവിടെ പുലിമുട്ടിൽ നിർത്തിവെച്ചു. അതൊരു നല്ല കാര്യമാണ്, അത് നമ്മൾ സ്വാഗതാർഹമാണ്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ വേലിയേറ്റ സമയത്ത് അധികം വെള്ളം കായലിലോട്ട് കിടക്കുകയില്ല. കായലിലോട്ട് കടന്നാൽ കായൽ ഒരു ചെറിയ പ്രദേശമാണ്. ചെറിയ പ്രദേശത്തിൽ അതിൻ്റെ മീനിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കടൽ വളരെ വിശാലമാണ്, വളരെ വലുതാണ്. അതുകൊണ്ട് മാത്രമല്ല മൺസൂൺ കാലമായതുകൊണ്ട് ഇത് നല്ല രീതിയിൽ വെള്ളം കലങ്ങി മറിയുന്നതുകൊണ്ടും അത് ഉൾക്കടലിലേക്കും മറ്റും പോകാനുള്ള ചാൻസുമുണ്ട്. തൽക്കാലം പേടിക്കേണ്ടത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ മീനുകൾ
ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നും പിടികൂടുന്ന മീനുകളോ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഇത് പ്രശ്നമായിട്ട് മാറുമോ? എൻ്റെ തന്നെ ഒരു മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥിയുണ്ട്, എൻ്റെ അടുത്ത് PhD ചെയ്യുന്നതാണ്. അതുലിന് ഇത് കടലിൽ പോകുന്ന വ്യക്തിയാണ്, അദ്ദേഹം കൂടുതൽ പറയുന്നതായിരിക്കും. തീർച്ചയായും അദ്ദേഹം തന്നെ ഇക്കാര്യത്തിൽ പറയും. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും. കാര്യം ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഒരു സീസൺ സമയമാണ് ഈ പറഞ്ഞ ജൂൺ ജൂലൈ മാസം, മൺസൂൺ സമയമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഫിഷ് ക്യാച്ച്, അതായത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഫിഷ് ക്യാച്ച് കിട്ടുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങളെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസം, ഇത്തരത്തിലുള്ളൊരു എന്താ പറയുക, നമ്മുടെ കടലിനെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു ആശങ്കയുണ്ട്. കാര്യം ഇത് എത്രത്തോളം അവരെ എഫക്ട് ചെയ്യും, എത്രത്തോളം എസ്പെഷ്യലി ഇത് ഏറ്റവും കൂടുതൽ ജുവനൈൽ ഫിഷസ് ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ്, പ്രജനന സമയം കൂടെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കെമിക്കൽസ് ആ ഒരു മേഖലയിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രശ്നമാണ്. തീർച്ചയായും അതുതന്നെയാണ്. അത്തരത്തിലുള്ള ഈ കെമിക്കൽ കണ്ടന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമായി മാറുമെന്ന് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് കണ്ടെയ്നറുകൾ കൂടുതലായി ഈ മേഖലയിലേക്ക് അടുക്കുന്നുണ്ട്. അതായത് ആദ്യം വന്ന 3 കണ്ടെയ്നറുകൾ ഒരു സെറ്റായി വന്നു, പിന്നീട് വീണ്ടും ഒരു സെറ്റ് കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനപ്പുറത്തായി ഒരു ലൈഫ് ബോട്ടും, അതായത് ഈ കപ്പലിലുണ്ടായിരുന്ന ലൈഫ് ബോട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ലൈഫ് ബോട്ടും എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തീരത്തടിഞ്ഞിരിക്കുന്ന തെർമോകോളുകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ചിലപ്പോൾ ഇത് കണ്ടെയ്നറുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നതാകാമെന്ന ആണ് നിഗമനം. നമ്മൾ കുറച്ച് മുമ്പ് അപ്പുറത്തൊരു വശത്ത് ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു, ഒരു ചുവന്ന കളറിലുള്ള കണ്ടെയ്നർ. ആ കണ്ടെയ്നർ കടലിനുള്ളിൽ വെച്ച് തന്നെ പൊട്ടുന്ന ഒരു സാഹചര്യം. അതായത് അതിൻ്റെ ഒരു വശം പൊട്ടി അതിനുള്ളിൽ നിന്നും തേയില പോലുള്ള ഒരു വസ്തു, അതായത് ആ തേയിലയുടെ മണമായിരുന്നു. അങ്ങനെയായിരുന്നു ആ കടലിലേക്ക് ആ പൊടി ഇങ്ങനെ വന്നിരുന്നത്. അത് തേയില എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും വിലയിരുത്തുന്നത്. എന്തായാലും കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നുണ്ട്. അവർ ഇത് സീസ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. കൃത്യമായിട്ടുള്ള അകലം പാലിച്ച് മാത്രമേ ഇവിടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ തെർമോകോളുകളൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ തന്നെ ഈ കണ്ടെയ്നറിനുള്ളിൽ നിന്നും വന്നിട്ടുള്ളതാകാമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. കാരണം ചില കണ്ടെയ്നറുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഫ്രീസർ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ചില കാലി കണ്ടെയ്നറുകൾ, അതിൽ എന്തൊക്കെ തരത്തിലുള്ള വസ്തുക്കളാണ് ഉണ്ടായിരുന്നത് എന്നതിനെപ്പറ്റി ഈ വാട്ടർ സാമ്പിൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. അവർക്ക് തന്നെ കൃത്യമായ ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമായിരിക്കും ഇതിനെ പറ്റിയിട്ടൊക്കെ വിവരങ്ങൾ നൽകുക. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളടക്കം ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നിലവിൽ ഈ കരയിലുള്ളവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കൃത്യമായും അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് 2 വിദഗ്ധരുടെ അഭിപ്രായം കൂടി സമാഹരിക്കുമ്പോൾ കൂടുതൽ കൃത്യമാകുന്നുണ്ട് കാര്യങ്ങൾ. മനോജിൻ്റെ റിപ്പോർട്ടിങ്ങിൽ അത് വ്യക്തമാണ്. ഒരു സംശയമായി ചോദിക്കാനുള്ളത്, അതായത് കടലിപ്പോൾ വിശാലമാണ്, കൂടുതൽ രൗദ്രഭാവത്തിലാണ്. മൺസൂൺ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ സ്വാഭാവികമായി ഇളകി മറിയുന്നുണ്ട് കൂടുതലായെന്ന് അദ്ദേഹം പറഞ്ഞുവല്ലോ. അതായത് ഈ സ്പ്രെഡാകുന്ന ഓയിൽ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോയി നേർത്ത് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണോ? തീർച്ചയായും അദ്ദേഹം പറഞ്ഞതനുസരിച്ച്, അതായത് കടൽ വിശാലമാണ്, അത്തരത്തിൽ എന്തെങ്കിലും കണ്ടന്റുകൾ ഈ കടലിൽ വീണിട്ടുണ്ടെങ്കിൽ, അതായത് ഈ കണ്ടെയ്നറുകളിൽ നിന്നും പതിച്ചിട്ടുണ്ടെങ്കിൽ വിശാലമായ കടലായതുകൊണ്ട് തന്നെ അത്തരത്തിലൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതായത് അതോടൊപ്പം തന്നെ ഈ കാലഘട്ടവും നമുക്കറിയാം, ഈ തിരകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അത്തരത്തിൽ അതിലേക്ക് അലിഞ്ഞു പോകും എന്നുള്ള കാര്യവും, അത് കൂടുതൽ കരയിലേക്ക് വരികയാണെങ്കിലുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കരയിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ അതോടൊപ്പം തന്നെ കടലിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാലും മീനുകളെ എന്ത് തരത്തിൽ ബാധിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയത്. ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ, അതായത് നമുക്ക് ഈ വാട്ടർ സാമ്പിളുകളൊക്കെ ശേഖരിച്ചിരുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഈ തെർമോകോളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം ഏത് തരത്തിലുള്ള കണ്ടന്റുകളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക നിലനിൽക്കുന്നത്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും കണ്ടന്റുകൾ അത് കടലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മത്സ്യങ്ങളെ ബാധിക്കുമോ, അല്ലെങ്കിൽ ആ മത്സ്യങ്ങൾ പിടിക്കുമ്പോൾ പിന്നീട് അത് അത് കഴിക്കുന്നവരെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനകൾ ഈ കരയിലടക്കം നടത്തിയതിന് ശേഷമേ അത് കൃത്യത വരികയുള്ളൂ. എന്തായാലും അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിശാലമായിട്ടുള്ള കടലാണ്. അപ്പോൾ കടലിനുള്ളിലേക്ക് ഇത്തരത്തിലുള്ള വസ്തുക്കൾ പോകുമ്പോൾ, അത് ഉൾക്കടലിലാണെങ്കിൽ അത് കടലിനോട് അലിഞ്ഞു ചേർന്ന് അത് വലിയ തരത്തിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തുണ്ട്. അവരൊക്കെ തന്നെ ഈ കൃത്യമായും ഇവിടെ എത്തുന്ന ആളുകളെ നിയന്ത്രിച്ച് മാറ്റുന്ന സാഹചര്യമാണ്. എന്തായാലും മഴയും ഈ മേഖലയിൽ ഇപ്പോൾ
ശക്തമായി വരുന്നുണ്ട്. മഴയത്ത് അങ്ങനെ നാട്ടുകാരൊക്കെ നിൽക്കുകയാണ്. ഈ കണ്ടെയ്നറുകൾ കാണുവാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ തന്നെ ഓരോ തീരത്തേക്കും ആളുകൾ എത്തിയിരുന്നു. പക്ഷേ ഈ ആളുകൾ കണ്ടെയ്നറിന് അടുത്തേക്ക് വരുന്നത് ഈ പോലീസൊക്കെ തന്നെ വിലക്കിയിരുന്നു. എന്തായാലും ഒരുപാട് പേർ ഇവിടേക്ക് എത്തുന്നുണ്ടെന്നാണ്. കാരണം ഈ മേഖലയിൽ ഇപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകൾ അടിഞ്ഞു ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ കണ്ടെയ്നറുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൊല്ലം തീരത്ത് മാത്രം 20-ലധികം കണ്ടെയ്നറുകൾ മനോജിലേക്ക് വരാം. ഇപ്പോൾ കൊല്ലം പരിമണത്ത് നിന്ന് മിഥുൻ മുരളി ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, വലിയ ആശങ്കയ്ക്ക് വകയില്ലെന്ന സൂചനകളാണ് ഇപ്പോൾ മനോജ് നൽകുന്നത്. അവിടെ വിദഗ്ധ സംഘം എന്തു പറയുന്നു? കൃഷ്ണരാജ്, കോസ്റ്റ് ഗാർഡിന്റെയും മറ്റും സംഘം ഇവിടേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. അതിശക്തമായിട്ടുള്ള തിരമാല വീശുന്നുണ്ട്. ഈ തീരത്ത് പലയിടങ്ങളിലായിട്ട് കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. കണ്ടെയ്നറുകൾ ഈ തീരത്തോട് ചേർന്ന് ഉള്ള ഭാഗത്ത് വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്നും ആളുകളെ മാറ്റുന്നതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമൊക്കെ ഇത് പോലീസും മറ്റും നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പല ഭാഗങ്ങളിലായിട്ട് കണ്ടെയ്നറുകൾ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ പരിമളം തീരപ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട്, തീരത്തോട് ചേർന്നുള്ള പല ഭാഗങ്ങളിലായിട്ട് കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിനെ കൃത്യമായ കണക്കുകൾ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ വിദഗ്ധ സംഘം ഇവിടെ എത്തി പരിശോധനകളും മറ്റും നടത്തുകയും വേണം. അത്തരത്തിലുള്ള ഘട്ടത്തിലേക്കൊന്നും ഈ പരിമളം തീരപ്രദേശത്ത് പരിശോധനകളും മറ്റും ആരംഭിച്ചിട്ടില്ല. പോലീസ് ഇവിടെ കൃത്യമായി ആളുകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സുരക്ഷാ പരിശോധനകളും മറ്റും നടത്തുന്നുണ്ട്. ആളുകൾക്ക് ഈ കണ്ടെയ്നറിനടുത്തേക്ക് പോകുന്നതിനുള്ള സകല സാഹചര്യങ്ങളും ഒഴിവാക്കുന്നുണ്ട്. മുഴുവൻ ആളുകളും ഈ തീരപ്രദേശത്തിന് 200 മീറ്റർ അകലേക്ക് മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും നിലയുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ അതിശക്തമായിട്ടുള്ള തിരമാലയാണ് ഈ ഭാഗത്ത് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരത്തോട് ചേർന്ന് കിടക്കുന്ന കണ്ടെയ്നറുകളും മറ്റും തീരത്തേക്ക് ഓരോ ശക്തമായ തിരമാല അടിക്കുമ്പോൾ തീരത്തേക്ക് കടൽഭിത്തിയോട് ചേർന്ന് അടിച്ചു നിൽക്കുന്ന കാഴ്ചയുമാണ് ഈ പരിമളം തീരപ്രദേശത്ത് ഉള്ളത്. എന്തായാലും ധാരാളം വീടുകളും മറ്റുമുള്ള തീരപ്രദേശമാണ്. തീരത്തോട് ചേർന്ന് തന്നെ, കടൽഭിത്തിയോട് ചേർന്ന് തന്നെ ഈ പ്രദേശത്ത് ധാരാളം വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീടുകളിലേക്ക് എത്തി പോലീസ് ഉദ്യോഗസ്ഥർ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ അപകട സാധ്യത ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് സ്വീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ വീടിലുള്ള ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും ഇവിടെ നിലയുറപ്പിക്കുന്നു. ഈ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന്. ശരി, അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞു. കൊല്ലം ജില്ലയിൽ മാത്രം 23-ലധികം കണ്ടെയ്നറുകൾ ഉണ്ട്. ഏതായാലും വലിയ ആശങ്കയ്ക്ക് വകയില്ല. ഇനി ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് പോകണമെങ്കിൽ, അതായത് ഈ പ്രദേശത്തുള്ള മത്സ്യം കഴിച്ചാൽ എന്താകും അവസ്ഥ? സാധാരണയായിട്ട് ഇത്രയും ഓയിലൊക്കെ പടരുമ്പോൾ മത്സ്യങ്ങളൊക്കെ പൊങ്ങേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അങ്ങനെ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അത് വലിയ ആശ്വാസമാണ്. അതുപോലെ തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശത്തിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നില്ല. 200 മീറ്റർ അകലത്തിലെങ്കിലും മാറി നിൽക്കണം എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. ഏതായാലും നേരത്തെ ശക്തികുളങ്ങരയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. അവരിൽ ഒരാളുടെ പ്രതികരണം കേൾക്കാം. ഇതിലൊരു ഹസാർഡ്സ് ഉണ്ട്, ആരും അടുക്കരുതെന്നൊക്കെ പറഞ്ഞൊരു അലർട്ട് മെസ്സേജ് ഇപ്പോഴും വാലിഡ് ആണ് ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്തായിരുന്നു അതിലെന്നുള്ളൊരു ചോദ്യം. അല്ല, നമ്മളിപ്പോൾ അത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു പാനിക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എല്ലാവരും അറിയിക്കുന്നതാണ്. അതെ. ഇനിയിപ്പം ഇതെല്ലാം നമുക്ക് കസ്റ്റംസ് ആക്ട് പ്രകാരം സീസ് ചെയ്തിട്ട് നമ്മൾ ഫർദർ ഡയറക്ഷൻസ് ഏതാണോ ഏജൻസി ഇതിനെ ടേക്ക് ഓവർ ചെയ്യുന്ന അവർക്ക് കൊടുക്കും. അവരതിനെ സേഫായിട്ട് അത് സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു. അതെ, സീസ് ചെയ്യണം. ഇനിയിപ്പോൾ അതിന് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കണ്ടെയ്നർ നമ്പേഴ്സ് എടുക്കുന്നേ ഉള്ളൂ. എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളതിൽ കണ്ടൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സീഷർ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.